വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടിയിൽ പൂച്ചൂടി അണിഞ്ഞൊരുങ്ങി വരുന്ന ഈ പുരുഷാങ്കനമാരെ സ്ത്രീകൾ പോലും വിസ്മയിച്ചു നോക്കി നിന്നു പോകും. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ. ആണ് പെണ്ണായി മാറുന്ന രണ്ട് ഉത്സവരാത്രികൾ. പ്രസിദ്ധമായ കൊറ്റൻകുളങ്ങര ചമയവിളക്കിൻ്റെ കാഴ്ചകളാണ് നാം ഈ കാണുന്നത്. എല്ലാ വർഷവും മീനമാസത്തിലെ 10ഉം 11ഉം തീയതികളിലാണ് കൊറ്റൻകുളങ്ങര ദുർഗാദേവി ക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവം നടക്കുന്നത്. അന്നേ ദിവസങ്ങളിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള പുരുഷന്മാർ സ്ത്രീവേഷം അണിഞ്ഞ് ചമയവിളക്കേന്തി ക്ഷേത്രത്തിലെത്തുന്നു. അഭീഷ്ടകാര്യസിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് സ്ത്രീവേഷം കെട്ടി ദേവീപ്രീതിക്കായി ചമയവിളക്കെടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത അപൂർവമായ കാഴ്ചയാണിത്. കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടിയിൽ പൂച്ചൂടി ആടയാഭരണ വിഭൂഷിതരായി ചമയവിളക്കെടുക്കാൻ എത്തുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് പുരുഷാങ്കനമാരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ചമയവിളക്കിൻ്റെ ആദ്യ നാളായ മീനം 10ആം തീയതി വിളക്കേന്തിയവർ കുഞ്ഞാലുമൂട് മുതൽ ക്ഷേത്രം വരെ റോഡിനിരുവശവുമായി അണിനിരക്കുന്നു. ആറാട്ടെഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് താൽക്കാലികമായി കെട്ടിയുയർത്തിയ കുരുത്തോല പന്തലിലാണ് ദേവി വിശ്രമിക്കുന്നത്. മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുകും വാഴയും കുരുത്തോലയും ഉപയോഗിച്ചാണ് കുരുത്തോല പന്തൽ നിർമ്മിക്കുന്നത്. ചമയവിളക്കിൻ്റെ 2 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ആറാട്ടുണ്ടായിരിക്കും. ഒരേ ചടങ്ങുകൾ 2 ദിവസവും ആവർത്തിക്കുന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന കൊറ്റനാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് കൊറ്റൻകുളങ്ങര എന്ന പേര് വന്നത്. ഈ ക്ഷേത്രത്തിനും ചമയവിളക്കിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ചമയവിളക്കെടുക്കുന്നവരിൽ വീട്ടിൽ നിന്നും ഒരുങ്ങി വരുന്നവരും ക്ഷേത്രത്തിന് സമീപം അണിഞ്ഞൊരുങ്ങുന്നവരുമുണ്ട്. ഇതിനായി ക്ഷേത്ര പരിസരത്ത് തന്നെ ധാരാളം ചമയപ്പുരകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അണിയാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായി വന്നാൽ മാത്രം മതി. അണിഞ്ഞൊരുങ്ങി ചമയപ്പുരയ്ക്ക് വെളിയിൽ എത്തുമ്പോൾ ഒരുപക്ഷെ കൂടെ വന്നവർ പോലും തിരിച്ചറിഞ്ഞെന്ന് വരില്ല. സ്ത്രീകൾ പോലും നോക്കി നിന്നു പോകുന്ന അംഗലാവണ്യത്തോടും ശരീരഭാഷയോടും കൂടിയാണ് പുരുഷന്മാർ ചമയവിളക്കെടുക്കാൻ അണിഞ്ഞൊരുങ്ങുന്നത്. പെൺവേഷം കെട്ടുന്നതോടെ അവരുടെ ഭാവവും ചലനവുമെല്ലാം പെണ്ണിൻ്റേതായി മാറുന്ന സുന്ദരമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. പരമ്പരാഗത വേഷത്തിൽ അണിഞ്ഞൊരുങ്ങുന്നവരാണ് ഏറെയും.
ആൺകുട്ടികളെ അണിയിച്ചൊരുക്കുന്ന അമ്മമാരും സഹോദരന്മാരെ അണിയിച്ചൊരുക്കുന്ന സഹോദരിമാരും പെണ്ണായി ചമഞ്ഞൊരുങ്ങി നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ അസൂയയോടെ നോക്കി നിൽക്കുന്ന ഭാര്യയും, അങ്ങനെ ലോകത്ത് മറ്റൊരിടത്തും നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും ചമയവിളക്കെടുക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. സ്ത്രീകളായി സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിലും പെൺമനസ്സുമായി ജീവിക്കുന്ന ഇവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ 2 ദിനരാത്രങ്ങളാണ് ഇവിടെ കടന്നു പോകുന്നത്. കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ചമയവിളക്കെടുക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. ചമയവിളക്കിനും ഉണ്ട് പ്രത്യേകതകൾ. 5 തിരിയിട്ട് കത്തിക്കാവുന്ന രീതിയിൽ പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളതാണ് ചമയവിളക്കുകൾ. സാധാരണ നിലവിളക്കിൽ നിന്നും വിഭിന്നമാണ് ഇതിൻ്റെ രൂപഘടന. വിളക്കിൻ്റെ തണ്ടിന് ഏകദേശം 4 അടി നീളം വരും. ലോകത്തിൽ നിർമ്മിച്ച വിളക്കിൻ്റെ അടിഭാഗത്ത് മരത്തിൻ്റെ നീളമുള്ള പിടി ഉറപ്പിച്ചാണ് ചമയവിളക്കുകൾ നിർമ്മിക്കുന്നത്. ഈ വിളക്കുകൾ ക്ഷേത്ര പരിസരത്തു നിന്നും വാടകയ്ക്ക് വാങ്ങാനും സാധിക്കും. കൊല്ലം ജില്ലയിൽ കൊല്ലം ആലപ്പുഴ ദേശീയപാതയ്ക്കരികിൽ ചവറയ്ക്കടുത്താണ് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചവറയിലെ എല്ലാ വഴികളും ഇന്ന് കൊറ്റൻകുളങ്ങരയിലേക്കാണ്. വിളക്കെടുക്കാൻ എത്തിയവരെയും അവരെ അനുഗമിക്കുന്നവരെയും ഈ കൗതുക കാഴ്ച ആസ്വദിക്കാൻ എത്തുന്നവരെയും കൊണ്ട് ക്ഷേത്ര പരിസരം നിറഞ്ഞു കവിയുകയാണ്. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് പുരുഷഭാവത്തിൽ നിന്നിരുന്നവർ ലാസ്യഭാവത്തിലേക്ക് മാറുന്ന മനോഹരമായ കാഴ്ചകൾ. ആണുടലിൽ പെണ്ണഴക് വിരിയിക്കുന്ന മാന്ത്രിക സ്പർശത്തിൽ പുരുഷൻ സ്ത്രീയായി പരകായ പ്രവേശം ചെയ്യുന്ന അത്യപൂർവമായ കാഴ്ചയ്ക്കാണ് നാം സാക്ഷിയാവുന്നത്.